ശശി തരൂർ പോലും തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് BJP കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം ഒരു ട്രെയിലർ മാത്രമാണ് എന്ന് ശശി തരൂർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 2 നഗരങ്ങൾ ഭരിക്കുമെന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25ഓളം സീറ്റുകൾ BJP പിടിക്കുമെന്നുമാണ് തരൂറിന്റെ കണക്കുകൂട്ടൽ. ശശി തരൂരിന്റെ ഈ നിരീക്ഷണം ശരിവെക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് BJPയുടെ മുന്നേറ്റത്തെ പറ്റി ഫക്രുദ്ദീൻ അലി സംസാരിച്ചത്. ശശി തരൂരിന്റെ നിരീക്ഷണം ശരിയാണ്. BJP കേരളത്തിൽ ശക്തമാകും. തിരുവനന്തപുരം, തൃശൂർ നഗരം അവർ പിടിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃശൂർ പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. തിരുവനന്തപുരം നഗരസഭ BJP കഴിഞ്ഞ തവണ വിജയിക്കാൻ സാധ്യതയുള്ളതായിരുന്നു. LDFന്റെ ഒരു ജാഗ്രത കൊണ്ടാണ് അത് സാധ്യമാവാതെ വന്നത്. കിറ്റ് വിതരണവും ദേശീയതലത്തിൽ BJP അധികാരത്തിൽ വരാൻ പ്രയാസമാണെന്നുള്ള ഒരു പ്രചരണവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFന് ഗുണം ചെയ്തു. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ BJP തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയേനെ. ഇത്തവണ BJPക്ക് അനുകൂലമായ തരംഗമാണ്. വലിയ തോതിൽ വോട്ട് ശതമാനം ഉയർന്നു. തൃശൂർ സുരേഷ് ഗോപി വിജയിച്ചു. 2 നഗരസഭയിലും മേയർമാർക്കെതിരെ പ്രശ്നമുണ്ടായി. തിരുവനന്തപുരത്ത് മേയർക്കെതിരെ ജനങ്ങളും തൃശൂരിൽ മേയർക്കെതിരെ CPM പ്രവർത്തകരും രംഗത്തു വന്നു. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, ആലപ്പുഴ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലെ പഞ്ചായത്തുകളിൽ BJPക്കുണ്ടായ വളർച്ച വലുതാണ്. ആലപ്പുഴ നഗരസഭ വേണമെങ്കിൽ സാധ്യത പറയാവുന്നതാണ്. ശശി തരൂർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25ഓളം സീറ്റുകൾ BJP കേരളത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ട് എന്നും അത് ഏറ്റവും ഉയർന്ന നിരക്കാണ് എന്നും വരുന്ന തവണ BJP അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അധികം വൈകാതെ സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രി പദവിയിലേക്ക് എത്തുമെന്നും സാധ്യതയുണ്ട്. എങ്കിൽ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്നും ഫക്രുദ്ദീൻ അലി പറഞ്ഞു.